സാദിഖലി തങ്ങള് ഒരു രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഖാദിയായിട്ട് അംഗീകരിക്കില്ല എന്നാണ് മഹാനായ സഖാവ് എരപ്പൻ അൽ അൽപൻ ജലീലിന്റെ ഫത്വ. എരപ്പൻ അൽ അൽപൻ മഹാൻ അൽ മഹാൻ അൽ ഷെയ്ഖ് അൽ ഷെയ്ഖുൽ മശായിഖ് അൽ ഉസ്താദുൽ അസാതീദ് അൽ എരപ്പൻ വൽ അൽപൻ ജലീലിന്റെ ഫത്വ അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഖാദിയായിട്ട് അംഗീകരിക്കില്ല. കേരളത്തില് എത്ര കോടി മുസ്ലിങ്ങളുണ്ട്? കേരളത്തില് എത്രയധികം മഹല്ലുകളുണ്ട്? എന്തിന് ഈ എരപ്പൻ താമസിക്കുന്ന ഇവന്റെ വീട് അടക്കം ഉൾപ്പെടുന്ന മഹല്ലിലെ ഖാദിയാണ് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഖാദിയാക്കാൻ 1700-ലധികം മഹല്ലുകളിലെ ഖാദിയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ആ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഖാദിയാക്കാൻ ഈ 1700 മഹല്ലുകളിൽ ഖാദിയാക്കിയത് ഈ എരപ്പനോ അവനുണ്ടാക്കിയ അവന്റെ തന്തയോ കൂടി തീരുമാനിച്ചിട്ടല്ല. അതുകൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഖാദിയാക്കിയത് ഈ പറയുന്ന 1700 മഹല്ലുകളുടെയും ആ മഹല്ലുകളെ നിയന്ത്രിക്കുന്ന ആ മഹല്ലുകളിലെ ആളുകളുടെ തീരുമാന പ്രകാരമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഖാദിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എരപ്പൻ അൽ അൽപൻ ഇവന്റെ സമ്മതം വേണ്ട. ഇവൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഖാദി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഖാദി എന്താണ് എന്ന് പോലും ഈ അൽപ്പന് ബോധമില്ലാത്തത് കൊണ്ടാണ്. ഇവൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഖാദിയാണ്. ഇനി ഇവരെന്ന് മാത്രമല്ല, പിണറായി വിജയന്റെ തീട്ടം നക്കുന്ന ഏതെങ്കിലും മാപ്പിള സഖാക്കൾ ഉണ്ടെങ്കിൽ അവരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ 1700 മഹല്ലുകളുടെ ഖാദിയാണ്. ശിഹാബ് തങ്ങളെ ഖാദിയാക്കാൻ ബൈഅത്ത് ചെയ്യേണ്ടത് ഈ പറയുന്ന മഹല്ലുകളിലെ ആളുകളാണ്. അവരിന് അവകാശപ്പെട്ട അർഹതപ്പെട്ട ആളുകളാണ്. അവരത് ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഖാദിയായിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോ വളരെ കൃത്യമാണ്, വ്യക്തമാണ് ആ കാര്യത്തിലുള്ളത് എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇവൻ ഇപ്പൊ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കൂ, ഇവൻ എങ്ങനെ പൂച്ച എങ്ങനെ വീണാലും 4 കാലുമേലെ വീഴൂ എന്ന് പറഞ്ഞതുപോലെ എരപ്പൻ വൽ അൽപ്പൻ എന്ത് വാ തുറന്നാൽ പാണക്കാട്ടെ കുടുംബത്തിന് നേരെ, തങ്ങൾക്ക് നേരെ, തങ്ങന്മാർക്ക് നേരെ ഒക്കെയാണ് ഇവന്റെ ഈ പേപ്പട്ടി കുരക്കും പോലെയുള്ള പുര എന്ന് പറയുന്നത്. എരപ്പൻ ജലീല് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ജലീല് അല്ലെങ്കിൽ ജലീലിന്റെ കെട്ടിയോള് പാത്തുമ്മക്കുട്ടി അല്ലെങ്കിൽ മകള് ആരൊക്കെ ആവട്ടെ, ഇവരൊന്നും അല്ല പാണക്കാട്ട് തങ്ങന്മാര് ഖാദിയാകണോ ഖാദിയാകണ്ടേ, അല്ലെങ്കിൽ ഇവരൊന്നുമല്ല കേരളത്തിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഇവർ അതിന്റെ ഒരു ഭാഗമാണോ അല്ലയോ എന്നുള്ള കാര്യം ഇവരൊന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതാ. ഇനി ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, നിങ്ങളല്ല കേരളത്തിലെ മുസ്ലിം സമുദായം എന്നുള്ളത് അതൊരു തിരിച്ചറിവിന് വേണ്ടി നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. ആരൊക്കെ ഈ പറയുന്ന അൽപ്പനും ഓന്റെ കെട്ടിയോളും ഓന്റെ മോളും ഇനി ആരൊക്കെ ഉണ്ടോ ഓരൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. അപ്പൊ അത്രേ പറയുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തില് ജലീലിന്റെ സമ്മതപത്രത്തിന്റെ ആവശ്യമില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ യോഗ്യത എന്താണെന്നൊക്കെ അത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം. മനസ്സിലായില്ലേ? അതിപ്പോ ജലീലിന്റെ സർട്ടിഫിക്കറ്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടുപെരുക്കിൽ അവിടെ ഒട്ടിച്ചു വെക്കേണ്ട ഗതികേടൊന്നും പാണക്കാട്ട് തങ്ങന്മാർക്കില്ല എന്നുള്ളതാണ്. ജലീലിന് വേണമെങ്കിലും പാണക്കാട്ട് തങ്ങളെ ഒരു ഫോട്ടോ വീട്ടുപടിക്കൽ വെക്കാം, അത് ഉപകാരപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അത് വേണമെങ്കിൽ ജലീൽ ചെയ്യാൻ, വേണമെങ്കിൽ ചെയ്യണ്ട. ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്താണ് ഇത്രമാത്രം ഒരു പക, ഒരു വൈരാഗ്യം? അത് പറയുന്നതിന് മുമ്പ് ലീഗിന്റെ പ്രവർത്തകരോട് അല്ല, ലീഗിന്റെ നേതാക്കന്മാരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് പ്രത്യേകം പറയേണ്ടതാണ്. കാരണം
ഈ പറയുന്ന നിങ്ങള് ജലീലിനെ കാണുമ്പോ ഈ കൈ കൊടുക്കുന്നതും ചിരിക്കുന്നതും സൗഹൃദം പറയുന്നതും ഈ കല്യാണപ്പരയിൽ പോണ പരിപാടിയൊക്കെ അതങ്ങട്ട് കല്യാണപ്പരയിൽ പോകാന്ന് പറഞ്ഞാല് ബാക്കിയുള്ള കല്യാണത്തിന് പോകണ്ടെന്നല്ല. ഈ ജലീലിന്റെ ഏർപ്പാടുകള് അത് നിങ്ങള് ബഹുമാനപൂർവം മാന്യതയോടുകൂടി നിരസിക്കണം എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരു ചറ്റയെ നിങ്ങൾ ഇങ്ങനെ കൈ കൊടുത്തും ചിരിച്ചും കുഞ്ചിയും കളിച്ചും വർത്താനം പറഞ്ഞു അങ്ങനെയൊന്നല്ല പോകേണ്ടത്. കാരണം നിങ്ങളിപ്പോ പറയും ചിലപ്പോ രാഷ്ട്രീയം പറയാ, രാഷ്ട്രീയം എന്നല്ല ജലീല് പറയുന്നത്, രാഷ്ട്രീയം എന്നല്ല ജലീല് പറയുന്നത്. വളരെ കൃത്യമായിട്ട് വ്യക്തിഹത്യയാണ്, പാണക്കാട്ടെ കുടുംബത്തെ അധിക്ഷേപിക്കലാണ്. ആ പാണക്കാട്ടെ കുടുംബത്തെ അധിക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജലീലിനെ കാണുമ്പോ മുഖം തിരിക്കാൻ ലീഗിന്റെ നേതാക്കന്മാർക്ക് സാധിക്കണം. മനസ്സിലായില്ലേ? കാരണം പാണക്കാട് തങ്ങളെയും കുടുംബത്തെയും അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും അവരെ പൊതുമധ്യത്തില് താറടിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ചെറ്റത്തരം കാണിക്കുകയും ചെയ്യുന്ന ഒരുത്തിനെ കാണുമ്പോ നിങ്ങൾ കൊഞ്ചുകയും കുഴയുകയും കൈകൊടുക്കുകയും വർത്താനം പറയും ചിരിക്കുകയും ഇതൊന്നല്ല വേണ്ടത്. അത്തരക്കാരെ കാണുമ്പോ മുഖം തിരിച്ചു പോകാൻ കഴിയണം. മനസ്സിലായില്ലേ? അതാണ് വേണ്ടത്. അപ്പൊ അത് ലീഗിന്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ലീഗിന്റെ പ്രവർത്തകരെന്താണെങ്കിലും അൽപ്പൻ ജലീലിനെ കാണുമ്പോ കൈ കൊടുക്കാൻ പോകാറില്ല. അപ്പൊ അതുകൊണ്ട് ഈ അൽപ്പനെ കാണുമ്പോ ആ ഒരു പാണക്കാട് തങ്ങളെയൊക്കെ ആവശ്യമില്ലാതെ ഇങ്ങനെ എന്താ പറയേണ്ടത്, വായിൽ തോന്നുന്നതൊക്കെ കോതക്ക് പാട്ട് എന്നുള്ള രീതിയിൽ വിളിച്ചു പറയുകയും എല്ലാ മര്യാദകളും എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ചെറ്റത്തരം പറയുകയും ചെയ്യുന്നവനെ കാണുമ്പോൾ കൈ കൊടുക്കുന്ന ഏർപ്പാടല്ല വേണ്ടത്. അതൊരു പറഞ്ഞേ ഉള്ളൂ. അപ്പൊ എന്താണ് ഈ എരപ്പന്റെ ഇത്രമാത്രമുള്ള പ്രശ്നം? എന്ത് പറഞ്ഞാലും പാണക്കാട്ട് തങ്ങള് എന്ന് പറഞ്ഞിട്ട് തങ്ങളെ നെഞ്ചത്തോട്ട് പോകുന്നതിന്റെ കാര്യം എന്താ? അത് വെരി സിമ്പിൾ ആണ്. കാരണം നിയമസഭയിലടക്കം ഇവൻ വെല്ലുവിളിച്ചതാ. കുഞ്ഞാലിക്കുട്ടി സാഹിബേ, നിങ്ങള് ആയുസ് മുഴുവൻ, ജീവിതകാലം മുഴുവൻ എന്നെ തോൽപ്പിക്കാമെന്ന് നിങ്ങൾ സ്വപ്നം കാണണ്ട. ആയുസ് മുഴുവനും വേണ്ടി വന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ എന്താക്കി അടിച്ച് മൂലക്കിരുത്തി കൊടുത്ത്. ഇതിപ്പോ എന്താ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? ഈ തവനൂരില് ഈ എരപ്പൻ പരാജയപ്പെടാനുണ്ടായ കാരണങ്ങളിൽ ഒന്ന് വളരെ സിമ്പിൾ ആയിട്ട് മുസ്ലിം ലീഗ് വളരെ കൃത്യമായിട്ട് പ്രവർത്തിച്ചു. അതിന്റെ ഒരൊറ്റ വാക്കാണ് പാണക്കാട്ട് നിന്ന് ഏത് തവനൂരിലെ UDF സ്ഥാനാർത്ഥി VS ജോയി ആണ് എന്നുള്ള ഒരു പ്രഖ്യാപനം വന്ന ആ നിമിഷം പാണക്കാട്ടെത്തിയ VS ജോയിയെ ചേർത്ത് നിർത്തിയിട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ഒരൊറ്റ വാക്കാ. എന്താണ്? ലീഗിന്റെ 27 ആൾക്കാരാ മത്സരിച്ച്, 28 എന്ന് തങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് മലപ്പുറത്ത് ലീഗിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല ജോയി ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ഒരൊറ്റ പ്രഖ്യാപനം. അക്ഷരാർത്ഥത്തില് കാരണം ഈ എരപ്പൻ അൽപ്പൻ ഇവന്റെ വിചാരം എന്താണെന്നറിയോ? ഇവന്റെ വിചാരം ഇവനെല്ലാം തികഞ്ഞ ഒരു ശുചായി. എന്നാ ഇവൻക്ക് ഒരു കീറച്ചാക്കിന്റെ വില പോലും ഇല്ല എന്നുള്ളത് ഇവന് മനസ്സിലാവുന്നില്ല. അപ്പോ ആ തോൽവി വല്ലാത്തൊരു തോൽവിയാ. കാരണം ജലീല് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല മെമ്പർഷിപ്പ് എടുക്കണമെന്ന്. അത് ഗതികെട്ട് ഓസിക്ക് കിട്ടിയ മൂസ ഗ്രീസും തിന്നും എന്ന് പറഞ്ഞ മാതിരി ഗതികെട്ട് അവസാനത്തെ അറ്റ കൈയായിരുന്നു മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞത്. അതൊരു മനസ്സറിഞ്ഞിട്ടോ ആഗ്രഹിച്ചിട്ടോ എടുത്തതല്ല, വേറെ വഴിയില്ലാതെ. അപ്പോ അങ്ങനെ ഒരു ഗതികേടിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചത് മുസ്ലിം ലീഗാണ്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇപ്പോ 2006 മുതൽ 2026 വരെ 20 വർഷം ഈ കൊലായ്മ നിൽക്കുന്ന ഏർപ്പാട് ആഗ്രഹിച്ചിട്ടാണെങ്കിൽ മുമ്പേ ചെയ്യായിരുന്നല്ലോ. അപ്പൊ കൊലായ്മ നിൽക്കുന്ന ഏർപ്പാട് തുടരുന്നതിന് കാരണം എന്തായിരുന്നു? അതിനൊരൊറ്റ കാരണം ഉണ്ടായിരുന്നുള്ളൂ, അതിനോട് വലിയ താല്പര്യമില്ല. ആ താല്പര്യം ഇല്ലാണ്ട് എടുക്കേണ്ടി വന്നതാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ട്. അതും പാത്തുമ്മക്കുട്ടിനെ അടക്കം കൂട്ടിപ്പോയി എടുക്കേണ്ടി വന്നു. കാരണം ഒറ്റക്ക് എടുത്തതിനെ കൊണ്ട് കാര്യമില്ല. ഞാന് എല്ലാ അർത്ഥത്തിലും
ഞാൻ വലിയ മുതിർന്ന മുന്തിയ ക്രിമികീടാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഒരു അവസരത്തിൽ അങ്ങനെ ഒരു നിർബന്ധിത സിറ്റുവേഷൻ ഉണ്ടായി എന്നുള്ള സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഇതിനൊക്കെ കാരണം എന്താ? ഇതിനൊക്കെ കാരണം തവനൂരിലെ തോൽവിയാണ്. ആ തോൽവിയിലെ വല്ലാത്തൊരു വെപ്രാളമാണ്. ആ വെപ്രാളത്തിൽ നിന്നാണ് പാണക്കാട്ട് തങ്ങന്മാരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പണി അവിടെ നിർത്തോട്ടെ, മനസ്സിലായില്ലേ? പണി അവിടെ നിർത്തോട്ടെ. പണിയെടുക്കുന്നതിലൊന്നും ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. പക്ഷെ എരപ്പൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവനും ഇവന്റെ തന്തയും കൂടി ചേർന്ന് മുഷാവറ കൂടി തീരുമാനിച്ചിട്ടൊന്നല്ല പാണക്കാട് തങ്ങളെ 1700 മഹല്ലുകളുടെ കാളിയാക്കിയത്. ആ ഒരു തിരിച്ചറിവ് അല്പബുദ്ധിയുള്ള ഈ മന്ദബുദ്ധി ജലീലിന് ഉണ്ടായാൽ നല്ലതാണ്. കാരണം അങ്ങനെ ഉണ്ടല്ലോ, നമ്മള് എന്തോ ഭയങ്കര സംഭവമാണെന്ന് കരുതിയിട്ട് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറയും. അത് ഭൂലോക മണ്ടത്തരയിക്കുന്നുള്ളതാ. അപ്പൊ ജനങ്ങളുടെ മുമ്പിൽ അപഹാസ്യരാകാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരം എന്തെങ്കിലും അല്പത്തരമാണ് വിശ്വസിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല എടാ എരപ്പ എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. എന്ത്, നീയും നിന്റെ തന്തയും കൂടി ചേർന്നിട്ടല്ല പാണക്കാട് തങ്ങളെ കാലിയാക്കിയതെന്ന്. ഞാനിപ്പോ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ ചില ആൾക്കാർ പറയൂ, നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? നമ്മൾ അങ്ങനൊന്നും പറയാൻ പാടില്ല, നമ്മൾ മാന്യത വിട്ടൊന്നും പറയാൻ പാടില്ല എന്ന്. അങ്ങനൊന്നും ഇല്ലടോ. ചിലപ്പോ നമ്മൾ മാന്യത കാണിക്കേണ്ടടുത്ത് മാന്യത കാണിക്കണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? ഇല്ലെങ്കിൽ കൊത്തി 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 മുറത്തിൽ കയറി കൊത്തും. അതാണിപ്പോ നമ്മൾ ഈ മാന്യത കാണിച്ചതിന്റെ ഒരു അനന്തര ഫലാണ് ഈ കൊത്തി 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 മുറത്തിൽ കയറി കൊത്തുന്ന ഏർപ്പാട്. മനസ്സിലായില്ലേ? ഇന്നോവ വിടേണ്ടടുത്ത് ഇന്നോവ വിടന്നെ വേണം. ഇനി അതല്ല സ്കൂട്ടിയാണ് വിടേണ്ടതെങ്കിൽ സ്കൂട്ടി വിടണം. ഇന്നോവ വിടണമെങ്കിൽ ഇന്നോവ വിടണം, സ്കൂട്ടി വിടേണ്ടടുത്ത് സ്കൂട്ടി വിടണം. മനസ്സിലായില്ലേ? അതില്ലെങ്കിൽ ഇമാതിരി ചെറ്റത്തരവും തെണ്ടിത്തരവും നമ്മൾ കേട്ടിട്ട് മിണ്ടാതെ കണ്ടിരും. മനസ്സിലായില്ലേ? അങ്ങനെ ആർക്കും ഏത് അല്പനും ഏത് അരപ്പനും ഓനൊരു മെമ്പർഷിപ്പ് എടുക്കുമ്പോഴേക്കും എന്തു ചെറ്റത്തരവും വിളിച്ചു പറയാൻ പറ്റിയ ആൾക്കാരെന്നല്ല പാണക്കാട്ടെ കുടുംബം. മനസ്സിലായില്ലേ? പാണക്കാട്ടെ കുടുംബം അത് വളരെ പ്രധാനപ്പെട്ട കേരളത്തിന്റെ സാമൂഹിക സാമുദായിക അന്തരീക്ഷത്തിലെ വളരെ പ്രധാനപ്പെട്ട സുത്യർഹമായ സേവനങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന, അതിനപ്പുറം ഉമ്മത്തിനെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. മനസ്സിലായില്ലേ? അവിടെ ഏത് മെമ്പർഷിപ്പ് എടുത്തതിന്റെ പിൻബലത്തിലാണ് ഈ ചെറ്റത്തരം വിളിച്ചു പറയുന്നതെങ്കിൽ ആ ചെറ്റത്തരത്തെ ചെറ്റത്തരം കൊണ്ട് തന്നെ നമ്മൾ തടുക്കേണ്ടതുണ്ട്. അല്ലാതെ അവിടെയും നമ്മൾ മാന്യത കാണിച്ചിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പോ ഇവന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ തൽക്കാലം എന്നല്ല, ഇവന്റെ സർട്ടിഫിക്കറ്റ് ഒരിക്കലും അത് ആവശ്യമുള്ള കാര്യമില്ല. മനസ്സിലായില്ലേ? ഇവന്റെ സർട്ടിഫിക്കറ്റിനൊന്നും പൊതുമധ്യത്തില്, ജനസമൂഹത്തില്, മുസ്ലിം ഉമ്മത്തിനിടയില് യാതൊരുവിധ വിലയുമില്ല. മനസ്സിലായില്ലേ? ഇവന്ന് പറയുന്നത് നല്ല ഒന്നാന്തരം മുനാഫിക്ക എന്ന് പറഞ്ഞാല്, എടാ എരപ്പ എന്റെ തന്ത ആരാന്ന് ചോദിച്ചാ ഇപ്പോൾ എന്താ പറയാന്നറിയോ? എന്റെ തന്ത പിണറായി വിജയനാണ്. ഇനിയിപ്പൊ നാളെ ചോദിക്കുന്നതായിരിക്കുക. നാളെ എന്ന് പറഞ്ഞാല് ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാ പറയണേ. അപ്പൊ പിണറായി വിജയൻ മരിച്ചിട്ട് ഉള്ള അടുത്ത നിമിഷം ഈ എലപ്പനോട് ചോദിക്കുക, എടാ എരപ്പ എന്റെ തന്ത ആരാന്ന് ചോദിച്ചാല് അപ്പൊ പിന്നെയും മാറ്റി പറയും. ഇപ്പോ അവനോട് ചോദിച്ചാ പിണറായി വിജയനാണെന്ന് പറയും. ഇനി നാളെ പിണറായി വിജയന് മരണം സംഭവിച്ചു എന്ന് കരുതുക. ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാ പറയണേ. അപ്പൊ അതിനുശേഷം എരപ്പൻ ജീവനോടുണ്ടെങ്കിൽ എരപ്പനോട് ചോദിക്കുകയാണ് എന്റെ തന്ത ആരാന്ന് ചോദിച്ചാൽ അപ്പോന് വേറൊരു ഉത്തരം പറയും. മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരം ചെറ്റത്തരങ്ങൾ, ചെറ്റ വർത്താനം പറയുന്ന ഇവനെ പോലെയുള്ളവനെ അതേ രീതിയിൽ കൈകാര്യം ചെയ്യണം. ഇങ്ങോട്ട് മര്യാദക്കാണെങ്കിൽ അങ്ങോട്ട് മര്യാദ. ഇനി അതല്ല, ഇങ്ങോട്ട് ഉൾപ്പില്ലായ്മത്തരും തൊണ്ടിത്തരും തെട്ടിത്തരും കാണിക്കുന്നതാണെങ്കിൽ അങ്ങോട്ടും അതുപോലെ നിന്നാ മതി. ഇപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ലീഗിന്റെ നേതാക്കന്മാരൊക്കെ ആ രീതിയിൽ പെരുമാറണമെന്നല്ല. നിങ്ങളൊന്നും പെരുമാറിയിട്ടില്ലെങ്കിലും പ്രവർത്തകര് അങ്ങനെയൊക്കെ ആവാം. ഒന്നും ആവണ്ടെന്നല്ല. അപ്പൊ ചിലപ്പോ ഞങ്ങൾ പറയുവേ അങ്ങനെ നിങ്ങൾ പറയണ്ടെന്ന്. ചിലപ്പോ നമ്മളൊരു 2 വർത്താനം പറഞ്ഞാൽ മതിയല്ലോ. കൈകൊണ്ടുള്ള പരിപാടി വേണ്ട, 2 വർത്താനം പറഞ്ഞാൽ മതി. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താന്ന് വെച്ചാല് ഇവൻ എന്താക്കും, ഈ മുറത്ത് കയറി കുത്തി. ഇവന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
അത് ഇവ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. ഒന്ന്, ഈ തോൽവിയുടെ ആഘാതമാണ്. ആ തോൽവി ഈ എരപ്പന്റെ ഉറക്കം വല്ലാതെ കെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാ. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ ഇവൻ എണിച്ച് കുളിച്ച് മാറ്റി വെള്ളത്തുണിയും വെള്ളക്കുപ്പായൊക്കെ ഇട്ടിട്ട് ഇറങ്ങും. എന്നിട്ട് എന്താ പണി? ഇറങ്ങിയിട്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമുക്ക് അതിന് കുഴപ്പമൊന്നുമില്ല. ആ രാഷ്ട്രീയം പറയുന്നതിന് ഒരു മാന്യതയും ഒരു മര്യാദയൊക്കെ ഉണ്ട്. അതിനപ്പുറം പാണക്കാട്ട് തങ്ങന്മാരെയൊക്കെ അങ്ങനെ അങ്ങ് ഞാനിപ്പോ ഒരു വാർത്തയിൽ കണ്ട ഒരു വാക്കുകൾ എന്ന് പറയുന്നത്, ആ വാക്കുകൾ ഞാൻ ഇവിടെ വായിക്കുന്നില്ല, അല്ലെങ്കിൽ ആ വാക്കുകൾ ഇവിടെ പറയുന്നില്ല. അപ്പോ അത്രയും മോശമായ രീതിയിലൊക്കെ അതും സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് അതത്ര ഒരു യോജിച്ച ഏർപ്പാടല്ല. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഇത്തരം വർത്തമാനങ്ങളെ നമ്മൾ തടയിടും എന്ന് പറഞ്ഞാൽ അതിനെ തടയേണ്ട രീതിയിൽ തടയിടും. മനസ്സിലായില്ലേ? അപ്പൊ അത് അത്രേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ മുസ്ലിം ലീഗിനെയും പാണക്കാട്ട് തങ്ങന്മാരെയും ഇങ്ങനെ മാന്തിങ്ങോണ്ട് നിന്നാലേ ഇവന് നിലനിൽപ്പുള്ളൂ. അല്ലാതെ ഇപ്പൊ എനിക്ക് വേറെ രാഷ്ട്രീയം പറയാനൊന്നും ഇല്ലല്ലോ. എന്താ ഇപ്പൊ രാഷ്ട്രീയം പറയാനുള്ളത്? ഇപ്പൊ ശശിധരൻ കർത്ത പറഞ്ഞ ഞാനും വീണയും തമ്മിൽ ഒരു ബന്ധമില്ല, ഞാൻ വീണക്ക് പൈസ കൊടുത്തത് മൊത്തം ഞാനും പിണറായി വിജയനും തമ്മിലുള്ള ഡീലിന്റെ ഭാഗമായിട്ടാണ് വീണക്ക് പൈസ കൊടുത്തത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇനിയിപ്പോ ജോൺ പിട്ടാസ് രാത്രി മറ്റേ കൈ വറക്കുന്നോ, രണ്ടെണ്ണം അടിച്ചില്ലെങ്കിൽ കൈ വറക്കുന്നോ ചങ്ങായി ഉണ്ടല്ലോ, ഓനെ വിറയലുള്ളത് കൊണ്ട് ഓനെ കൈ പിടിച്ചു കൊണ്ടുപോയി അവിടെ പോയിട്ട് ഒപ്പിട്ടത് മാത്രമല്ല 5-6 മാസം ഇവർക്ക് സമയവും കിട്ടി. ഈ 5-6 മാസം സമയം കിട്ടിയിട്ടും പിന്മാറാത്ത ആൾക്കാരും രാത്രി കൈ പിടിച്ചു പോയി ഒപ്പിട്ട ആ കാര്യത്തിലും ആ വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതിലും ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയണം. പറയല് പറഞ്ഞോട്ടെ, അതിലൊന്നും നമുക്ക് കുഴപ്പമില്ല. അതിപ്പോ രാഷ്ട്രീയം പറയണം. അതിനപ്പുറം ഈ പറയുന്ന പാണക്കാട് തങ്ങളെ ഞാൻ കാവ്യായിട്ട് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവൻ അംഗീകരിച്ച്, അല്ലെങ്കിൽ ഇവനല്ലല്ലോ പാണക്കാട് തങ്ങളെ കാവ്യാക്കിയത്, അല്ല ഇവന്റെ തന്തിയോ അല്ലല്ലോ പാണക്കാട് തങ്ങളെ കാവ്യാക്കിയത്. ആണോ? അല്ലല്ലോ. പാണക്കാട് തങ്ങള് 1700 മഹല്ലുകള്, ഈ 1700 മഹല്ലുകളിലുമുള്ള 10,000-കണക്കിന് കുടുംബങ്ങള് അല്ലെ, ആ 10,000-കണക്കിന് കുടുംബങ്ങളുടെ പ്രതിനിധികള് തങ്ങളെ വന്ന് കണ്ട് സംസാരിച്ച് തങ്ങളോട് ബൈഅത്ത് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ കാലിയായത്. അല്ലാതെ ഇവനും ഇവന്റെ കുടുംബവും ഇവന്റെ പാത്തുമ്മ കുട്ടിയും ഇവന്റെ ചകാത്തി മോളും കൂടിയിട്ട് ബൈഅത്ത് ചെയ്തിട്ടല്ലോ 1700 മഹലിലെ കാലിയായത്. അപ്പൊ അതുകൊണ്ട് അത്തരം അല്പത്തരങ്ങളുമായിട്ട് തങ്ങളെ നേരെ വരരുത്. ഇത് രാഷ്ട്രീയം പറയുന്നതിനൊന്നും നമുക്ക് ഇവിടെ ആർക്കും കുഴപ്പമില്ല. ഇത് രാഷ്ട്രീയം പറയുക, ലീഗിനെ വിമർശിക്കലാവാം. അതിനപ്പുറം പാണക്കാട് തങ്ങളെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരന്തരമായിട്ട് ഇങ്ങനെ ഓക്കാനിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഏർപ്പാട് അത് വേണ്ട എന്നുള്ളതാണ്.